ഇന്ത്യ-US വ്യാപാര കരാർ കേരളത്തിന്റെ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. തീരുവയില്ലാതെ അമേരിക്കയിൽ നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകും. ഇതോടെ കേരളത്തിലെ കർഷകരുടെ ഉൾപ്പെടെ വരുമാന നഷ്ടത്തിന് കാരണമാകും. കശുവണ്ടി വ്യവസായത്തെയും സമുദ്രോൽപ്പന്ന മേഖലയെയും കരാർ ദോഷകരമായി ബാധിക്കുമെന്നും ഈ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുന്ന US വ്യാപാര കരാറിനായി രാജ്യത്തിന്റെ പരമാധികാരം കേന്ദ്ര സർക്കാർ അടിയറ വെച്ചുവെന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് കരാറിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധർ വിശദീകരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ കരാർ ദോഷകരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ മാർട്ടിൻ പാട്രിക് ചൂണ്ടിക്കാട്ടി. ഈ കാർഷികോൽപ്പന്നങ്ങളുടെ തീരുവ കുറച്ചു വരുമ്പോൾ നമ്മളിൽ നിന്നും വില കുറഞ്ഞ സാധനങ്ങൾ US നിന്ന് ഇവിടെ എത്തും, കാർഷിക എത്തും. അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം ഒരു സപ്ലൈ കൂടും. ഓവർ സപ്ലൈ വരുന്ന സമയത്ത് വിലയിടിയും. ആ വിലയിടിയുന്ന സാഹചര്യത്തിൽ കേരളത്തെ അത് ബാധിക്കും പ്രതികൂലമായിട്ട്. ധാരാളം കർഷകർ ഈ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അവരുടെ എല്ലാം വരുമാനത്തിന് ഇടിവ് സംഭവിക്കും. ഇത് വലിയ കുഴപ്പം സംഭവിക്കും. കാർഷിക മേഖലയ്ക്ക് പുറമെ കശുവണ്ടി വ്യവസായത്തെയും സമുദ്രോൽപ്പന്ന മേഖലയെയും കരാർ പ്രതികൂലമായി ബാധിക്കും. നമ്മുടെ കശുവണ്ടി മേഖലയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ വളരെ ഉയർന്നതാണ്. അതിനും വളരെ കുഴപ്പം സംഭവിക്കാൻ സാധ്യതയുണ്ട്. താരിഫ് മറയായിട്ട് ഒരു വശത്ത് ഉപയോഗിക്കുകയും മറ്റുള്ള മേഖലകളിൽ നോൺ താരിഫ് ശക്തമായിട്ട് പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് മറൈൻ സെക്ടറിന് നമ്മൾ ആശിക്കുന്ന ഗുണം കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ട്. അമേരിക്കയുടെ വികസനം മാത്രം ലക്ഷ്യമിട്ടുള്ള ഈ കരാർ കെണിയിൽ ഇന്ത്യൻ ഭരണാധികാരികൾ വീണത് വലിയ അപരാധമാണെന്നും മാർട്ടിൻ പാട്രിക് പറഞ്ഞു. ട്രംപിൻ്റെ അജണ്ട US മാത്രമുള്ള വളർച്ചയുണ്ടായാൽ മതി, ലോകത്ത് മറ്റൊരു രാജ്യത്തിനും വളർച്ചയുണ്ടാകേണ്ടെന്നാണ്. ഈ കെണിയിൽ ചെന്ന് നമ്മൾ വീണുകൊടുക്കുന്നത് വലിയ ഒരു അപരാധം തന്നെയായിരിക്കും. ഒരു ഭരണാധികാരി ഇത്രമാത്രം പിടിപ്പേട് കാണിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഉയരുന്ന ചോദ്യം. കൈരളി ന്യൂസ്, കൊച്ചി.